ഇതാണ് മക്കളെ സ്വർഗത്തിലെ പള്ളി. ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഈ പള്ളിയുടെ വീഡിയോ ഞാൻ ഷോർട്സാക്കി പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻ്റായിരുന്നു അത്. അതങ്ങനെ ചുമ്മാ ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതുപോലൊരു പള്ളി മക്കളെ ഞാൻ എൻ്റെ ജന്മത്തിൽ കണ്ടിട്ടില്ല. പോട്ടെ, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ മുന്നിലായിട്ട് നല്ല ചെറിയ ചെറിയ ഫൗണ്ടെയിനുകൾ, വെള്ളച്ചാട്ടങ്ങൾ, നല്ല അടിപൊളി ചെടികൾ, പക്ഷികളുടെ കൂടുകൾ, പിന്നെ അവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ മക്കളെ, ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ പള്ളിയുടെ ഉൾഭാഗം പുറം ഭാഗമൊക്കെ ഒന്ന് മുഴുവനായി ഒന്ന് കണ്ടു നോക്കട്ടോ. നിങ്ങൾ ജന്മത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലൊരു പള്ളി. തണുപ്പുള്ള ദിവസം ഈ കോട്ട് മറന്നു വെച്ചിട്ട് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചൊരു പള്ളിയാണ്. പള്ളിയുടെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് പള്ളിയുടെ മുന്നിൽ വന്ന് നമ്മളാണ്ട് ഇറങ്ങിക്കഴിഞ്ഞ മക്കളെ, നമ്മളൊരു വേറെ ലോകത്തേക്ക് അങ്ങോട്ട് ചെന്നെത്തുന്നത് പോലെ തോന്നും. അതിൻ്റെ എക്സ്റ്റീരിയർ വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പടച്ചോനെ, അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. എക്സ്റ്റീരിയർ അത് പൊളിച്ച ലുക്കിൽ മക്കളെ, എങ്ങനെ നിങ്ങളോട് പറയാം, ഫുള്ള് സ്റ്റോൺ വർക്കായിട്ട് നല്ല ഗ്ലാസ്സൊക്കെ ഇട്ട്, അതേപോലെ തന്നെ അടിപൊളിയായിട്ട് എല്ലാ ചെടികളും വെച്ച്, ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു വൈബാവും. പിന്നെ അതിൻ്റെ മെയിൻ അട്രാക്ഷന് അതിൻ്റെ ഉളവ് എടുക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ടോ, എന്ത് രസമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല സൗണ്ടിൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഖുർആനോത്ത് കേൾക്കാം. അതിൻ്റെ കൂടെ തന്നെ പക്ഷികളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു സൗണ്ടാണെന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയാണ് അതിൻ്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. പള്ളിയുടെ ഉള്ളിൽ ഒരു സൈഡിൽ, റൈറ്റ് സൈഡിൽ മുഴുവനായിട്ടും പക്ഷികളുടെ കൂട്, വെള്ളച്ചാട്ടം. എന്താ നിങ്ങളോട് പറയാം, ഈ ഒരു പള്ളി അതൊരു വല്ലാത്ത വൈബാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരുപാട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ തള്ളി 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 മറിച്ചിട്ട് ഇത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നല്ലേ. എന്നാൽ ഇത് ദമാമിൽ നിന്നും വളരെ 5 കിലോമീറ്ററൊക്കെ ദൂരം വരുള്ളൂ. ഒരു 5 മിനിറ്റുള്ള ദൂരത്താണ് ഇത്രയും അതിമനോഹരമായ ഒരു പള്ളി ഉള്ളത് കേട്ടോ. നിങ്ങൾ ഈ ദമാം, ജുബൈൽ, കോബാർ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ മക്കളെ, ഈ പള്ളി നിങ്ങൾ മിസ് ചെയ്യരുത്. വന്നിട്ട് ഒരു 2 റക്അത്തെങ്കിലും ഇവിടെ നിന്ന് നിസ്കരിച്ച് നോക്ക്. അതൊരു വല്ലാത്ത വൈബായിരിക്കും. പിന്നെ ഇതിൻ്റെ മസാല ഒന്നും എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട, അതൊന്നും എനിക്കറിയില്ല. നിസ്കരിക്കുമ്പോൾ ശ്രദ്ധ പോവില്ലേ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ വന്ന് നിസ്കരിക്കുമ്പോഴേ അതിൻ്റെ ഒരു മൈൻഡ് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ആ ഒരു ലോകത്തേക്ക് മാറി, നമ്മളുടെ മുന്നിലെ ശ്രദ്ധകളൊക്കെ മാറി നമ്മൾ അവിടെ മാത്രം കേന്ദ്രീകരിച്ചിരിക്കും നമ്മളുടെ മൈൻഡ്. എന്തായാലും അടിപൊളിയാണ്. നിസ്കരിക്കുന്നതിന് മുമ്പേയൊക്കെ കണ്ടില്ല ഞങ്ങൾ എന്ത് സെറ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ പില്ലറിൻ്റെ ലുക്ക് കണ്ടില്ല ഞങ്ങൾ. ഈ കാണുന്നതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചെടികളാണ്, അതിൻ്റെ ഉള്ളിലൊക്കെ പക്ഷികളാണ്. പിന്നെ ഖുർആൻ വെക്കാനാണെങ്കിലും വളരെ വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഒരു കാര്യം ഞാൻ മിസ് ചെയ്തു കേട്ടോ. എന്താണെന്നറിയോ, ഇതിൻ്റെ ബാത്റൂമിൻ്റെ വീഡിയോ എടുക്കാൻ. ഇതിൻ്റെ ബാത്റൂമിൻ്റെ ആ ഒരു വൃത്തി കണ്ട് കഴിഞ്ഞാൽ പടച്ചോനെ എന്താ നിങ്ങളോട് പറയാം. അത്രയും ക്ലീനായിട്ട് നീറ്റായിട്ട് ഫുൾ ടൈം അവിടെ ആളെ വെച്ചിരിക്കുകയാണ്. ഫുള്ള് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് നല്ല കിടിലൻ മസ്ജിദ് എന്ന് പറഞ്ഞാൽ കിടിലൻ മസ്ജിദ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഇശാൻസ്കാരം കഴിഞ്ഞ് മസ്ജിദ് ക്ലോസ് ചെയ്യേണ്ട അതേ സമയത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ അവരോട് സംസാരിച്ച് ഓക്കെ ആയിട്ട് ഞങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം നമുക്ക് കുറച്ച് ടൈം തന്നു. അപ്പോഴേക്കും നമ്മൾ നിസ്കാരം അതേപോലെ തന്നെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധ, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ലൈറ്റുകളും ഓപ്പൺ ചെയ്യുന്ന സമയം സുബഹിക്ക് മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ അവനോട് സംസാരിച്ച് ഓക്കെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫുള്ള് ലൈറ്റും അവനെയും കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ടോ. അല്ല എന്ത് പറയാം, ആ ലൈറ്റ് ഓൺ ചെയ്തതിൻ്റെ വീഡിയോ, ഓഫ് ചെയ്ത ആ ഒരു ബ്ലൂ ലൈറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ രണ്ടായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. മസ്ജിദ് പരിപാലകനായ അദ്ദേഹത്തെ കണ്ടതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള വീഡിയോസും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റി. അത് നിങ്ങളെ കാണിക്കാനും എനിക്ക് കഴിഞ്ഞു കേട്ടോ. അതേപോലെ തന്നെ അവൻ പ്രത്യേകം പറയുന്നുണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഫുള്ള് ക്യാമറയാണ്, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത്രയും ദൂരെ നിന്ന് ഞങ്ങൾ കാണാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് ഓപ്പൺ ചെയ്ത് തരാൻ അവനക്ക് ഉള്ള മനസ്സും കിട്ടി കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇത് അതിനേക്കാളും ഭംഗി. ആ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് ആ പുറത്തുള്ള ചെടികളൊക്കെ കാണാൻ സൂപ്പറാട്ടോ. അപ്പോൾ വീഡിയോസ് മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോ. അത് നിങ്ങൾക്ക് മനസ്സിന് എന്തായാലും ഒരു കുളിർമയേകുന്ന കാഴ്ചയായിരിക്കും.
നമ്മൾ ഇതുവരെ ഒരു പള്ളിയിലും കാണാത്ത ഒരു വെറൈറ്റി സെറ്റപ്പാണ് വലതുഭാഗത്ത് മുഴുവനായിട്ട് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഗ്ലാസ് ഇട്ട റൂമുകളിൽ അടിപൊളിയായിട്ടുള്ള ട്രീകൾ, മനോഹരമായ വാട്ടർ ഫൗണ്ടെയിന്, അതിലുപരിയായിട്ട് പാറി പറക്കുന്ന പക്ഷികൾ, വെള്ളം വീഴുന്ന സൗണ്ട്, ഇതൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വളരെ ശാന്തമായ അന്തരീക്ഷം, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ, അതിലുപരിയായിട്ട് ആ ചെറിയ സൗണ്ടിൽ ആ വെള്ളം വീഴുന്ന ഇങ്ങനെ സൗണ്ട്, അത് കേൾക്കുമ്പോൾ തന്നെ എന്ത് സുഖമാണെന്നറിയോ അതിൻ്റെ ഉള്ളിലിരിക്കാൻ. ഈ മസ്ജിദ് നേരിട്ട് കണ്ടവരും അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടവരും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്കത് ഇഷ്ടമായോന്നോ ഇല്ലാന്നോ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമോ ഇല്ലേ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, അതെന്താണെങ്കിലും നിങ്ങളിതിൻ്റെ താഴെ നിങ്ങളുടെ ഒരു നോട്ട് ഇതിൻ്റെ താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലൊരു കിടിലം വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.